നമസ്കാരം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF വിജയിച്ച ഇടങ്ങളിൽ സ്ഥാനം ലഭിക്കാതെ പോയവർ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഇപ്പോഴും പുകയുകയാണ്. സ്ഥാനം കിട്ടാത്തവർ വോട്ട് ചെയ്ത ശേഷം പലരും സ്ഥാനമേൽക്കുന്നത് കാണാൻ നിൽക്കാതെ സ്ഥലം കാലിയാക്കിയ സംഭവങ്ങളുണ്ട്. ഇതെല്ലാമാണ് അവസ്ഥയെന്നിരിക്കെ ചില കൗതുക വാർത്തകളും പലയിടത്തു നിന്നും പുറത്തു വരുന്നുണ്ട്. പെരുമ്പാവൂർ നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിന് പിന്നാലെ എൽദോസ് കുന്നപ്പള്ളി MLAക്ക് MLA ഓഫീസ് നഷ്ടമായി എന്നതാണ് ഇത്തരമൊരു വാർത്ത. കെട്ടിട ഉടമയുടെ ഭാര്യ നഗരസഭയിലേക്ക് UDF സ്ഥാനാർത്ഥിയായി ജയിച്ചിരുന്നു. ഇവരെ ചെയർപേഴ്സൺ ആക്കണമെന്ന ആവശ്യം നടപ്പാകാതെ വന്നതോടെയാണ് MLA ഓഫീസ് എൽദോസ് കുന്നപ്പള്ളിക്ക് നഷ്ടമായത്. MLA ഓഫീസിന്റെ ബോർഡ് ഇളക്കി മാറ്റി. ഇവിടുത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചാണ് കെട്ടിട ഉടമ അരിശം തീർത്തത്. ഡിസംബർ മാസം ആദ്യമാണ് പെരുമ്പാവൂർ നഗരസഭയിലെ 20-ാം വാർഡിലെ വീട്ടിലേക്ക് എൽദോസ് കുന്നപ്പള്ളി MLA ഓഫീസ് മാറ്റിയത്. അതേസമയം വാടക കരാർ എഴുതിയിരുന്നില്ല. കെട്ടിട ഉടമയുടെ ഭാര്യ ജെസി AG 20-ാം വാർഡിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് 3 പേർ അവകാശവാദം ഉന്നയിച്ചു. കൗൺസിലർമാരുടെ അഭിപ്രായം തേടിയ DCC KS സംഗീതയെ അധ്യക്ഷയാക്കി. പിന്നാലെ MLAയോട് കെട്ടിടമൊഴിയാൻ കെട്ടിട ഉടമ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ ജീവനക്കാർ ഓഫീസിലെത്തിയപ്പോൾ MLA ഓഫീസിന്റെ ബോർഡ് ഇളക്കി റോഡരികിൽ തള്ളിയ നിലയിലായിരുന്നു. ഇറങ്ങിപ്പോയിക്കോളൂ എന്ന നിലപാടിലേക്ക് കെട്ടിട ഉടമ മാറി. ഇന്ന് തന്നെ മറ്റൊരു കെട്ടിടത്തിലേക്ക് MLA ഓഫീസ് മാറ്റുമെന്ന് ജീവനക്കാർ അറിയിച്ചു. അതേസമയം രാഹുകാലം നോക്കിയാണ് പെരുമ്പാവൂർ നഗരസഭാ അധ്യക്ഷ സ്ഥാനമേറ്റത്. ഇതിന് പിന്നാലെയാണ് MLA വഴിയാധാരമായ വാർത്തയും പുറത്തു വന്നത്. ഇതോടെ വെറുതെയല്ല പെരുമ്പാവൂർ പുതിയ നഗരസഭാ ചെയർപേഴ്സൺ രാഹുകാലം കഴിയാതെ കസേര ഏറ്റെടുക്കുന്നില്ലെന്ന നിലപാട് സ്വീകരിച്ചതെന്നാണ് പലരും അടക്കം പറയുന്നത്. ചെയർപേഴ്സൺ KS സംഗീതയാണ് രാഹുകാലം നോക്കി സ്ഥാനാരോഹണം നടത്തിയത്. 11:15 തെരഞ്ഞെടുപ്പ് അവസാനിച്ചിട്ടും 12 മണി കഴിഞ്ഞാണ് KS സംഗീത സ്ഥാനമേറ്റത്. ഇതോടെ ആശംസകൾ അറിയിക്കാൻ എത്തിയവരെല്ലാം വലഞ്ഞു. 11:15 തെരഞ്ഞെടുപ്പും സത്യപ്രതിജ്ഞാ ചടങ്ങും അവസാനിച്ചു. എന്നാൽ രാഹുകാലം കഴിഞ്ഞിട്ട് മാത്രമേ താൻ പുതിയ ഓഫീസിലേക്ക് പ്രവേശിക്കുകയുള്ളൂ എന്ന നിലപാടിലായിരുന്നു പുതിയ ചെയർപേഴ്സൺ KS സംഗീത. പിന്നെ നഗരസഭാ കോറിഡോറിൽ പുതിയ ചെയർപേഴ്സണായിട്ടുള്ള കാത്തിരിപ്പ്. രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയായിരുന്നു ഇന്നത്തെ രാഹുകാല സമയം. ഒടുവിൽ 12:05 കഴിഞ്ഞതോടെ പുതിയ ചെയർപേഴ്സൺ തൻ്റെ ഓഫീസിൽ പ്രവേശിച്ച് കസേരയിൽ ഇരിപ്പുറപ്പിച്ചു.